ഉപകാരപ്രദമായ വല്ലതും ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. വെറുതെ വിനോദങ്ങളിലോ കളിതമാശകളിലോ ഏർപ്പെട്ടതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇന്നലെ രാത്രി നമ്മുടെ പൊന്നാനി തീരത്ത് 2 കപ്പലുകൾ വന്ന് നങ്കൂരമിട്ടിട്ടുണ്ട്. അതിൽ നിറയെ പോർച്ചുഗീസുകാരാണ്. അവർ സത്യനിഷേധികളാണ്. അതിനു പുറമെ കള്ളും കുടിച്ച് അവർ നമ്മുടെ തീരപ്രദേശത്ത് അതിക്രമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ലഹരി തലക്ക് പിടിച്ച് മതോന്മത്തരായി പാട്ടും പാടി നടന്നിരുന്ന അവരിലെ 2 പേർ നമ്മുടെ തീരപ്രദേശത്തുള്ള ഒരു പെൺകുട്ടിയെ ബലമായി പിടിച്ചു കൊണ്ടുപോയി കപ്പലിൽ കയറ്റിയിട്ടുണ്ട്. അവളെ രക്ഷിക്കാനും അള്ളാഹുവിൻ്റെ സ്വർഗം നേടാനും ഞാൻ ആഗ്രഹിക്കുന്നു ഉമ്മ. അതുകൊണ്ട് അവിടുന്ന് എനിക്ക് സമ്മതം തരണം. ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താനാണ് എനിക്ക് ആഗ്രഹം. നിങ്ങളതിന് സമ്മതം തന്നില്ലെങ്കിൽ പിന്നെ ഇഹലോകത്ത് എനിക്ക് ആരോടും ചോദിക്കാനില്ല. തൻ്റെ മകൻ്റെ യുദ്ധപ്പുറപ്പാടിന് ആ ഉമ്മയ്ക്ക് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. ഇത് മനസ്സിലാക്കിയ കുഞ്ഞിമരക്കാർ തൻ്റെ ഉമ്മയെ സാരോപദേശങ്ങൾ കൊണ്ട് തൻ്റെ ഇംഗിതത്തിന് പാകപ്പെടുത്താൻ ശ്രമിച്ചു. ഒടുവിൽ അത് വിജയം കണ്ടു. ഉമ്മ ചെറുതായൊരു സമ്മതം നൽകിയപ്പോൾ തന്നെ കുഞ്ഞിമരക്കാർ വാളുമെടുത്ത് ഇറങ്ങിപ്പുറപ്പെട്ടു. കാനം തമാശ കളിപ്പാട്ട് കൊണ്ടൊന്നും കാര്യപ്പെട്ട ഫലം ഇല്ല എന്നോവർ. ദീനുൽ ഇസ്ലാമിൽ ആരോ സഹായിച്ചാൽ തീർച്ച സുവർഗം വഴിയിൽ പെടുമവർ. വന്നൊരു കാര്യം കേൾക്കുവിൻ, ഇന്നലെ ബഹറിൽ ദൂയം കപ്പൽ വന്ന് അതിലുള്ളവർ കുലമേന സാറാക്കൾ ആകും. അതിൽ നിന്ന് കൊടിയെ കൂഫിർ 2 കരയിൽ അണഞ്ഞോവർ. മലങ്ങുന്ന കള്ളും കുടിച്ച് മസ്തായിട്ട് മാളി വഴിയിൽ നടക്കുമ്പോതിലവർ ബിലത്തോടെ ഇസ്ലാമായുള്ളൊരു പെണ്ണിനെ പിടുത്ത് സഫീനത്തിൽ കേറ്റിയിട്ടുണ്ടെന്നോവർ. അക്കന്നിയാളെ പിടിത്ത് കൂഫിറോട് അടൽ ചെയ്യുവാനേറ്റം കൊതിയെനിക്കെന്നോവർ. കഥ നിർത്തി അത് കൊണ്ട് എന്നുമ്മ മടിക്കാതെ വേഗം തരുവീൻ എനിക്കമർ. കാക്കുന്ന റബ്ബ് സുവർഗം തരും എന്ന് കൽബിൽ ഉറക്കിൻ അതുക്ക് തായാണ്. പോക്കിന്നിലേശം സമ്മതം ഇല്ലെന്ന് പോയാൽ എനിക്ക് ഇഹത്താരുണ്ടെന്നോവർ. സമ്മതം കിട്ടുവാൻ പ്രയാസം എന്നോർത്ത് ചായും നസീഹത്ത് ഉറുതി പറഞ്ഞോവർ. ഉമ്മാക്ക് അത് കേട്ട് ഒരു വീതത്തിൽ ഭേദം ഉളമിൽ ആയാറ്റി അനുസരിച്ചിട്ടോ. സുമ്മ മകനെ പിടിത്തുമ്മ നാറ്റിയെ അനുവാദത്തോടെ നടന്നോവർ. തീരദേശത്ത് താമസിക്കുന്ന മുസ്ലിം ജനസാമാന്യത്തോട് പറങ്കികൾ വൈരാഗ്യബുദ്ധിയോടുകൂടിയാണ് പെരുമാറിയത്. മുസ്ലിം കേന്ദ്രങ്ങൾ ആക്രമിച്ചും തീവച്ചും വിശുദ്ധ ഖുർആൻ അഗ്നിക്കിരയാക്കിയും അവർ സംഹാരതാണ്ഡവമാടി. ഈ അവസരത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറങ്കികളുമായി എതിരിടാൻ പൊതുജനത്തെ ബോധവൽക്കരിച്ചു. അതടിസ്ഥാനത്തിൽ AD 1507 നവംബർ 23 മുസ്ലിം സൈന്യം നിരവധി പറങ്കികളെ കൊന്നൊടുക്കി. ഇതിനുള്ള പ്രതികാരമായി പറങ്കികൾ വീണ്ടും അക്രമം അഴിച്ചു വിട്ടുകൊണ്ടിരുന്നു. ആയിടയ്ക്കാണ് മരക്കാരകത്ത് വീട്ടിൽ ആയിഷ എന്ന പെൺകുട്ടിയുമായി കുഞ്ഞി മരക്കാരൻ്റെ നിക്കാഹ് നടക്കുന്നത്. ഫാത്തിമ എന്നു പേരുള്ള യുവതിയെ പറങ്കികൾ പിടിച്ചുകൊണ്ടുപോയ വിവരം നിക്കാഹിൻ്റെ പന്തലിൽ വെച്ചാണ് കുഞ്ഞി മരക്കാരൻ്റെ കാതുകളിലെത്തുന്നത്. അതടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടുകയും തൻ്റെ വീട്ടിലെത്തി ഉമ്മയോട് സമ്മതം ആവശ്യപ്പെടുകയും ചെയ്തു. കുഞ്ഞി മരക്കാർ മാലയിലെ ബാക്കി വിശേഷങ്ങളുമായി മറ്റൊരിക്കൽ കാണാം.